ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വലിയൊരു മുരിങ്ങക്കായ ഒരെണ്ണം എടുക്കണം. അത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ. ഒരു ചൂട് കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ 2 ഗ്ലാസ് 250 ml 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഈ മുരിങ്ങക്കായ തോല് ചീന്തിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ വെന്ത് നല്ലോണം ഉടയും. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജ്യൂസറിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അത് അടിച്ച് ജ്യൂസ് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ വെള്ളം അരിച്ചൊഴിക്കുക. അപ്പോൾ അത് നല്ലപോലെ ചൂടാറിയുണ്ട്. അപ്പോൾ അത് ഞാൻ ജ്യൂസറിൽ അടിക്കാട്ടു. അതടിച്ചിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് ഈ വെച്ച പാത്രത്തിലേക്ക് തന്നെ അരിച്ചൊഴിച്ചിട്ടുണ്ട് ഉണ്ടോ. അപ്പം അതിൻ്റെ ചെറിയ പുറമത്തെ നാരുകളൊക്കെ നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞിട്ട് എടുക്കണം. അപ്പം ഇനി അടുത്തത് 1 ടീസ്പൂണ് കോൺഫ്ലവർ, അതൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ മാവിലേക്ക് ഒഴിക്കണം, ഈ ജ്യൂസിലേക്ക് ഒഴിക്കണം. അങ്ങനെ കോൺഫ്ലവർ കലക്കിയിട്ട് ഞാൻ ആ ജ്യൂസിലേക്ക് തന്നെ ഒഴിച്ചു. പിന്നെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് കുറച്ച് മാത്രം കേട്ടോ, ഒരു 1/2 സ്പൂണ് എള്ളെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒരു തക്കാളി നന്നായി കഴുകി കനം കുറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇതിലിട്ട് ഒന്ന് വാട്ടണം. നമ്മൾ കറിയിലേക്ക് വഴറ്റണ പോലെ ആവണ്ട, കഷ്ണങ്ങൾ ഉടയാത്ത രീതിയിൽ ഒന്ന് വേവിച്ചിട്ട് വാട്ടിയിടുക. അതും ഈ വാട്ടിയത് ഈ ജ്യൂസിലേക്ക് ഇടുക. അപ്പോൾ ഇത് സ്റ്റൗ ഓഫാക്കി വയ്ക്കാം, ജ്യൂസ് ഓഫാക്കി വയ്ക്കുക. അതിൻ്റെ സ്റ്റൗവിൻ്റെ ഇത് ഫ്ലെയിം ഓഫാക്കി വയ്ക്കുക. എന്നിട്ട് ഈ തക്കാളി അതിലേക്ക് ഇടണം, ആ ജ്യൂസിലേക്ക് മാറ്റണം. ഇത്രയും വെന്താ മതി. അപ്പം അത് കോരിയിട്ട് അതിലേക്ക് ഇടാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അത് അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതും കൂടി ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഈ ചെയ്യണതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻ്റൊക്കെ ഒന്ന് അറിയിക്കണം. ഇപ്പോൾ ഈ ആക്കി വെച്ചിട്ടുള്ള കുറച്ചും കൂടി കട്ടിയുണ്ട്, ചൂടാറുമ്പോൾ ഇത്തിരി കൂടി കട്ടിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലൂസാക്കി വെക്കണം. കുറച്ചും കൂടി ഒരു ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കണം. അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടി എള്ളെണ്ണ ഒഴിച്ച് ഒരു 4 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇനി അതൊന്ന് മൂപ്പിച്ച് ഇടണം. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഈ അടിച്ചു വെച്ച ജ്യൂസിലേക്ക് ഇടുക. ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർക്കണം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അധികം വേണ്ട, എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഒരു നുള്ളു കുരുമുളക് പൊടിനെ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഉള്ളി മൂത്ത് വന്നപ്പോൾ ആ മൂപ്പിച്ച ഉള്ളിയും കൂടി അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ചൂട്ടോടെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ചൂടാറുന്നതിൻ്റെ മുമ്പ് കഴിക്കാം. അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണത്. മുരിങ്ങയ്ക്കാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഔഷധമാണ്. മുരിങ്ങയുടെ ഇലയും കായും ഒക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ അത് ഗ്ലാസ്സിലൊഴിച്ചു ഈ കാണുന്ന കട്ടിയിൽ തന്നെ കഴിക്കണം, അധികം കുറുകാൻ പാടില്ല. അപ്പോൾ നല്ലൊരു എനർജറ്റിക്കായ ന്യൂട്രിയൻറ്റും കൂടി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കേ.